നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പന്നൽ നിർത്തിയെടുത്ത് ബാക്കി തുടങ്ങുകയാണ്. എപ്പിസോഡ് നമ്പർ 18. നിനക്കിപ്പോൾ സിദ്ധിച്ച ജ്ഞാനം തർക്കം കൊണ്ടോ യുക്തി കൊണ്ടോ കിട്ടാവുന്നതല്ല. നല്ലൊരു ആചാര്യൻ ഉപദേശിച്ചു തന്നാലേ ശരിക്കു ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ഉറച്ച താല്പര്യമുള്ള നിന്നെപ്പോലുള്ള ചോദ്യകർത്താക്കൾ എനിക്കുണ്ടാകട്ടെ. കർമ്മസിദ്ധങ്ങളായ ഫലങ്ങളെല്ലാം അനിത്യങ്ങളാണ്. നിത്യ പരമാത്മപദം അനിത്യ ഭൗതിക കർമ്മങ്ങളാൽ ലഭിക്കുകയില്ല. എങ്കിലും സ്വർഗപ്രാപ്തി സാധകമായ നചികേത യജ്ഞം ഞാൻ അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് നിത്യമായ യമപദവി ലഭിച്ചു. നചികേതസേ, നിത്യമായ ആത്മജ്ഞാനം നേടുന്നതിന് ദൃഢനിശ്ചയം ചേർന്ന് നീ എല്ലാ ആഗ്രഹങ്ങളുടെയും അങ്ങേ അറ്റത്ത് നിൽക്കുന്ന മഹത്തായ സിദ്ധികളെല്ലാം തന്നെ കൈവിടിഞ്ഞു. കാണാൻ വിഷമമായതും വികാരത്താൽ മറയ്ക്കപ്പെട്ടവനും അന്തര്യാമിയും രാഗാദി സങ്കുലമായ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നവനും അനാദിയുമായ പുരുഷനെ അധ്യാത്മയോഗാനുഷ്ഠാനത്താൽ സാക്ഷാത്കരിച്ച് വിവേകി സുഖദുഃഖങ്ങൾക്ക് അതീതനായിത്തീരുന്നു. ആത്മതത്വം മനസ്സിലാക്കി അതിനെ ശരീരാദി ആനന്ദ വസ്തുക്കളിൽ നിന്ന് തിരിച്ചറിയുമ്പോൾ മനുഷ്യൻ ആനന്ദിക്കേണ്ടത് കിട്ടി ആനന്ദമടിയുന്നു. ആ ആത്മതത്വം നചികേതസ് പ്രയാസം കൂടാതെ ലഭിച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ധർമാധർമ്മങ്ങൾ, കാര്യകാരണങ്ങൾ, ഭാവികൾ ഇവയ്ക്കതീതമായി അങ്ങ് കാണുന്ന ആത്മതത്വം എനിക്ക് പറഞ്ഞു തരണം. നമസ്കാരം. ഇനി അടുത്ത നാളെ.